ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നിധി ഭാസ്കരനെ കൂട്ടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ അച്ഛൻ്റെ കയ്യിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് അവളുടെ ഏട്ടൻ അവൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നത് അറിഞ്ഞിട്ട് കോളേജിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ സമയത്ത് അച്ഛനാണ് രക്ഷിച്ച്, അച്ഛല്ലെങ്കിൽ ആ അപകടം എനിക്കാണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഇനി എന്തായാലും നിധി ഒറ്റയ്ക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നിധി സുധീഷിനോട് പറയുന്നുണ്ട് എന്തായാലും ഏട്ടൻ ഒരു പെണ്ണ് വേഗം ശരിയാക്കി കൊടുക്കണം. നിങ്ങളുടെ പണി നോക്കി പോയാൽ പിന്നെ ഏട്ടൻ പാവം ഒറ്റയ്ക്ക് ആവില്ല. സുഭാഷ് ഏട്ടൻ പാവാണ്, എന്തായാലും സുഭാഷ് ഏട്ടന് വേഗം ഒരു പെണ്ണ് ശരിയാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഹരീഷും നികേഷും ചോദിക്കേണ്ട ഏട്ടത്തി നമ്മൾ അയച്ച പ്രപ്പോസലിന് വല്ല റിക്വസ്റ്റും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി പറയേണ്ട ആ ഒരാൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തായാലും അവരോടായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആ കുട്ടി ഇവിടെ അടുത്ത ജ്വല്ലറിയിലാണ് ജോലി ചെയ്യണത് അത്ര, എന്തായാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്താണെങ്കിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുനന്ദ വന്ന് ഉപ്പേരി നല്ല സ്വാദുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അതെ അവളെ പറ്റിയിട്ട് തന്നെ ആലോചിച്ച് കൊണ്ടിരിക്കുക, അവളെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നിധി ഭാസ്കരന് ഗുളിക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട. ആ സമയത്ത് ഭാസ്കരൻ പറയേണ്ടത് എനിക്കിതൊന്നും വേണ്ട മോളെ, ഞാൻ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞത്. പക്ഷേ എല്ലാ മനുഷ്യന്മാരെ പോലെ അച്ഛനും കയ്യിൽ ചോര വന്നതല്ലേ, എന്തായാലും ഈ ഗുളിക കഴിച്ചേ പറ്റൂ, അച്ഛൻ കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഗുളിക നിധിയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ഭാസ്കരൻ വാങ്ങി കഴിക്കേണ്ടതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുധീഷ് ദൈവത്തിനോട് പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, വളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, എല്ലാവർക്കും നന്മ വരുത്തണേ, എല്ലാവരും നന്നായി വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ നിധിയോട് കാണിക്കാൻ വേണ്ടിയിട്ട്, നിധിയുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നിധിയുടെ ദേഷ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വലിയ സന്തോഷമുണ്ടാവും. സുധീഷ് ഇങ്ങനെ ദൈവത്തിനൊക്കെ തൊഴാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.